നമസ്കാരം. റഷ്യയ്ക്കു ശേഷം വാണിജ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയുടെ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഏറ്റവും നൂതനമായ ആണവ റിയാക്ടർ സ്വയം പര്യാപ്തമായ ഒരു ഘട്ടത്തിലെത്തിയതോടെയാണ് ഇത്. ഇതോടെ രാജ്യത്തിന്റെ ആണവോർജ പദ്ധതിക്ക് ഒരു പ്രധാന കുതിച്ചുചാട്ടം വ്യക്തമാകുകയാണ്. കൂടാതെ യുറേനിയത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലേക്കും ഇന്ത്യ ഒരു ചുവട് കൂടി അടുക്കുന്നു. പകരം ഇന്ത്യയിൽ ധാരാളമായി തോറിയം എന്ന മൂലകം ഉപയോഗിക്കാൻ പോവുകയാണ് ഇന്ത്യ. IGCAR രൂപകൽപ്പന ചെയ്ത കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായിരിക്കുന്നു. ഇന്ത്യയുടെ ദീർഘകാല ആണവോർജ സുരക്ഷാ തന്ത്രത്തിന് ഇത് കരുത്തേകും. ഭാരതത്തിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവ റിയാക്ടറായ പ്രോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2026 ഏപ്രിൽ 6 ഒരു നിർണായക ഘട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് രൂപകൽപ്പന ചെയ്ത് ഈ 500 മെഗാവാട്ട് ശേഷിയുള്ള റിയാക്ടർ ഇന്ത്യയുടെ വിശാലമായ തോറിയം നിക്ഷേപം പ്രയോജനപ്പെടുത്തുമെന്നതിനും ഇറക്കുമതി ചെയ്യുന്ന എൻറിച്ച് യുറേനിയത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ്. കൽപ്പാക്കത്തെ ഇന്ത്യ നിർമ്മിച്ച റിയാക്ടർ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ റഷ്യയ്ക്കു ശേഷം വാണിജ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഇന്ത്യയുടെ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ ഒരു ചുവടുവെപ്പ് എന്നും ഇന്ത്യക്ക് അഭിമാനകരമായ നിമിഷമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഈ നൂതന റിയാക്ടർ നമ്മുടെ ശാസ്ത്രീയ ശേഷിയുടെ ആഴത്തെയും എഞ്ചിനീയറിംഗ് സംരംഭത്തിന്റെ ശക്തിയെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പരിപാടിയുടെ 3ാം ഘട്ടത്തിൽ നമ്മുടെ വിശാലമായ തോറിയം കരുതൽ ശേഖരം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പായാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താണ് എന്നുകൂടി നോക്കാം. ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നത് ഒരു നൂതന ന്യൂക്ലിയർ റിയാക്ടറാണ്. അത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽ ഫിഷൻ ആണവ പ്രതിപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത് രാജ്യത്തെ ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഒരു പ്രധാന ഗവേഷണ വികസന സ്ഥാപനമായ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സെന്ററാണ്. ഇതിന് 500 മെഗാവാട്ട് വൈദ്യുതി ശേഷിയുണ്ട്. എന്നാൽ ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് ആ പുറന്തള്ളപ്പെട്ട പ്ലൂട്ടോണിയം ഇന്ധനമായി ഉപയോഗിച്ച് സ്വയം നിലനിൽക്കുന്ന ഒരു ന്യൂക്ലിയർ പ്രതിപ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കും. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ യുറേനിയത്തെ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അവയ്ക്ക് പ്ലൂട്ടോണിയം ഉപയോഗിക്കുവാനും സാധിക്കും. അതിനാൽ ഫലത്തിൽ കൽപ്പാക്കം റിയാക്ടറിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഘനജല റിയാക്ടറുകളെക്കാൾ കുറഞ്ഞ യുറേനിയം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യയുടെ ആണവ പരിപാടിയുടെ 2ാം ഘട്ടം എന്ന് വിളിക്കുന്നത്. ഇന്ത്യക്ക് പരിമിതമായ യുറേനിയം കരുതൽ ശേഖരത്തിൽ നിന്നും കൂടുതൽ ഊർജം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലും തോറിയം അധിഷ്ഠിത റിയാക്ടറുകൾക്ക് വലിയ തോതിൽ വിന്യസിക്കുന്നതിന് വഴിയൊരുക്കുന്ന തരത്തിലുമാണ് റിയാക്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.